കാസർകോട്ടെ കമ്പപ്പോരിൽ സെലിബ്രിറ്റി പോരാട്ടം. സിനിമാ താരങ്ങളെ വലിച്ചിട്ട് രാഷ്ട്രീയ നേതാക്കൾ. കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലിയുടെ ഭാഗമായുള്ള സൗഹൃദ മത്സരത്തിലാണ് സിനിമാ താരങ്ങളും ജനപ്രതിനിധികളും ഏറ്റുമുട്ടിയത്. കമ്പത്തട്ടിൽ ജനപ്രതിനിധികളും സിനിമാക്കാരും അണിനിരന്നപ്പോൾ ആവേശക്കാഴ്ചയായി. ഒരു ഭാഗത്ത് കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ഷുക്കൂറും ഉണ്ണിരാജ് ചെറുവത്തൂരും ഉൾപ്പെടെ അണിനിരന്ന സിനിമാ താരങ്ങൾ, മറുഭാഗത്ത് AK മഷറഫ് MLAയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ. വിസിൽ മുഴങ്ങിയതോടെ വലി തുടങ്ങി. സിനിമാ താരങ്ങൾ പിടിമുറുക്കി കഴിഞ്ഞ ഒരു വശത്ത് കമ്പയിൽ കൊമ്പ് കോർത്തുകൊണ്ട് മറുവശത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊമ്പ് കോർക്കുന്ന പോരാട്ട വീക്കാൻ തീർക്കുകയായി സൗഹാർദ്ദ മത്സരം. ആദ്യ മത്സരം രാഷ്ട്രീയ നേതാക്കൾ ജയിച്ചതോടെ ആവേശം ഇരട്ടിച്ചു. പിന്നീട് മത്സരം മാറിമറിഞ്ഞു. 1-1 മത്സരമെത്തിയതോടെ മൂന്നാം റൗണ്ടിൽ ആവേശം അലതല്ലി. പോരാട്ട വീക്കാൻ തീർക്കുകയായി സൗഹാർദ്ദ മത്സരം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. രാഷ്ട്രീയ നേതാക്കൾ ജയിച്ചതോടെ ആരോപണങ്ങളുമായി താരങ്ങളെത്തി. സമ്മാനങ്ങൾ വിതരണം ചെയ്തതോടെ എല്ലാവരും പരിചയം പുതുക്കി. പിന്നീട് ആവേശക്കാലം ഓർത്തെടുത്തു. കമ്പപ്പോർ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പുതിയ പരിപാടികൾ, കായിക മത്സരങ്ങൾ ഏറ്റെടുത്ത് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം, പ്രത്യേകിച്ച് കാലഘട്ടം എന്ന് പറയുന്നത് ലഹരി മാഫിയ പിടിമുറുക്കുന്ന ഈ കാലത്ത് കായികം അതുപോലെ തന്നെ കലയോടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഹരി ഉണ്ടാവേണ്ടുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ കായിക പ്രേമികളെയും പത്രപ്രവർത്തകരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റി. സ്പോർട്സിൽ ജീവിതത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര രസമായിരുന്നു. പത്രപ്രവർത്തകർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, കാരണം ഞാനൊരു ചാനലിൻ്റെ ഭാഗമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഏറ്റവും സ്നേഹമുള്ളവരാണ്, നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്നവരാണ്. അവരൊരു പരിപാടിക്ക് വരാൻ കഴിഞ്ഞതും അവരോടൊപ്പം ഇങ്ങനെ കുറച്ച് ദിവസം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതും ഒരു മത്സരത്തിൽ പങ്കെടുത്തതും ഏറ്റവും അഭിമാനമായി തോന്നുന്നു. എല്ലാവിധ ആശംസകളും. തോറ്റിട്ട് ആദ്യമായിട്ടാണ് സമ്മാനം കിട്ടുന്നത്. ഇങ്ങനെ കിട്ടൂല്ലേ? അടിപൊളിയാ. മത്സരം അവസാനിപ്പിച്ച് പിരിഞ്ഞത് അടുത്ത മത്സരത്തിനെടുക്കാം എന്ന വെല്ലുവിളിയോടെ. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.